നമ്മുടെ ഇടയിലുള്ളൊരു സംസാരമാണിത്. ഈ താരതമ്യം ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. ഒരു വികാരിച്ചൻ മാറിപ്പോയി, അടുത്ത വികാരിച്ചൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ജനങ്ങൾ തുടങ്ങും, ആ അച്ഛൻ ഇങ്ങനെയായിരുന്നു, ഈ അച്ഛൻ ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സംസാരം കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും വായിച്ചിട്ട് വരുമ്പോഴേക്കും ഭാര്യ പറഞ്ഞു കൊടുക്കും, കണ്ടില്ലേ ആ ചേട്ടനെ കണ്ടില്ലേ, ഇന്ന് ഇറച്ചി എന്ത് നല്ല ഇറച്ചി മേടിച്ചിട്ടുണ്ടെന്ന്. രണ്ട് മക്കള് വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ മൂത്തവള് നന്നായിട്ട് പഠിക്കട്ടെ, മറ്റേതൊരു കാര്യമില്ല, മറ്റേത് ഒരു കാര്യമില്ല, ഒരു പൊട്ട. എന്തെങ്കിലും മാർക്ക് മേടിച്ചിട്ട് വരുമ്പോഴേക്കും തുടങ്ങും അമ്മ, അപ്പുറത്തെ വീട്ടിൽ എത്ര മാർക്കുണ്ട്. ഇത് താരതമ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഭാര്യമാരെ ആയതിനെ കുറിച്ച് ഭർത്താക്കന്മാരെ എന്ത് നല്ല സാരി മേടിച്ചു കൊടുത്താൽ ഇവിടെ ഇതുപോലെ ഉടുക്കും. നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കി, യോഹന്നാൻ കൊടുത്ത ഉത്തരം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് കൃപ ലഭിക്കാതെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. ഓരോ വ്യക്തികളെയും കർത്താവ് ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെതായ തനിമയിലാണ്. ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഓരോ വ്യക്തികളെയും ഓരോ ഉദ്ദേശം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പഠിക്കും, എല്ലാവരും ഡാൻസ് കളിക്കും, എല്ലാവരും പാട്ട് പാടും, എല്ലാവരും എല്ലാം ചെയ്യുമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. പലരും പല രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുമ്പോൾ കൊണ്ടാണ് സഹകരണങ്ങൾ ഉണ്ടാകുന്നത്. ചേർത്ത് ഈ പൂക്കൾ തന്നെ വെച്ചിരിക്കുന്നു നോക്കി, പല കളർ ഇങ്ങനെ ചേർത്ത് വെച്ച് എന്തൊരു രസമായിട്ടിരിക്കുന്നത്. ഒറ്റ പൂവയ്ക്കും ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഈ പല നിറങ്ങളും ചേർത്ത് വെക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഈ റെഡ് പൂവ് ചിന്തിക്കുക, നമ്മുടെ വയലറ്റ് ആണ് നല്ലത്, അല്ലെങ്കിൽ മഞ്ഞയാണ് നല്ലത്. ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ താരതമ്യപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ എന്നേക്കാൾ കഴിവുണ്ട്, മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റുള്ള വീട്ടിൽ സമ്പാദ്യമുണ്ടെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാതിരിക്കുക. ഒരു കാര്യം ചിന്തിക്കുക, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് നിന്നിൽ എന്തോ പ്രവർത്തിക്കാനുണ്ട്. ആ കൃപ അനുസരിച്ച് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ താരതമ്യപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയ വ്യക്തികളാണെങ്കിൽ അവനൊരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല. നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞവർക്ക് നമ്മുടെ കുറവുകളും നമ്മുടെ കഴിവുകളും നമ്മുടെ എല്ലാം നമുക്ക് മനസ്സിലായവർക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആര് നമ്മളെ കളിയാക്കിയാലും ആര് നമ്മളെ താരതമ്യപ്പെടുത്തിയാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ യോഹന്നാന്റെ അടുത്ത് പറഞ്ഞ ഈ വാക്ക് നമ്മുടെ അടുത്ത് ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തകർന്നു പോകും. ഈ താരതമ്യം അപ്പുറത്ത് വീട്ടിലേക്ക് നോക്കിയിരുന്ന് വിഷമിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കാതെ പോകുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ ജീവിക്കാതെ പോകുന്നെന്നുള്ളത് ഈ താരതമ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ആരും ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയാൽ നമുക്ക് സന്തോഷമായി, അപ്പുറത്തെ ഫാൻ കറങ്ങിയില്ലെങ്കിൽ നമുക്ക് സന്തോഷമായി. ഇവിടെയും അതുപോലെ അവിടെയും അതുപോലെ. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അസ്വസ്ഥമാകും. അതുകൊണ്ട് താരതമ്യപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ നന്മകൾ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ.